നമുക്കിതിൽ ടാറ്റ പഞ്ചി നമുക്കിതിൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ 5 സ്റ്റാർ റേറ്റിംഗ് നമുക്കിതിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ടിവിയുടെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമാണ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്കിതിൽ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഡിജിറ്റലാണ് വരുന്നത്. പിന്നെ സൗകര്യം ഓഡിയോ കൺട്രോൾസ് ഡ്രൈവിംഗ് മോഡ്സ് കാര്യങ്ങളും പവർ അല്ല നമുക്ക് ചെറിയ രീതിയിലുള്ള ബ്രേക്കിംഗ് കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ നമ്മൾ ലെവൽ 2 അതിനേക്കാളും കൂടി പോകും. ലെവൽ 3 നമ്മുടെ സിംഗിൾ പെഡൽ ഡ്രൈവ് എന്നാണ് നമ്മൾ പറയുന്നത്. സിംഗിൾ പെഡൽ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് ആവശ്യമില്ല. എന്താ നെക്സോണിൽ ഇല്ലാത്തതും അത്രയും പ്രീമിയം ആയിട്ടുള്ള ഫീച്ചറുകൾ മൂഡ് ലൈറ്റ് നമുക്ക് അടിയിലൊക്കെ ലൈറ്റ് എത്തുന്നതുണ്ടോ? ലൈറ്റ് ഒക്കെ കളർ ഓക്കെ അടിയിൽ ലൈറ്റ് എത്തുന്നുണ്ടോ? പിന്നെ നമുക്ക് ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. അടിയത്തെ ലൈറ്റ് പറയുന്നുണ്ടോ? പിന്നെ നമുക്കിത് ഹർമൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്കിതിൽ അലക്സ, ഹേയ് സിരി, ഹേയ് ടാറ്റ, ഓക്കെ ഗൂഗിൾ ഇങ്ങനെയുള്ള എല്ലാം നമുക്ക് ഹേയ് ടാറ്റ എന്നുള്ളപ്പോൾ അതായത് സൺറൂഫ് ഓപ്പൺ സൺറൂഫ് എന്ന് പറഞ്ഞാൽ സൺറൂഫ് ഓപ്പൺ ആയി. ഹിന്ദി, ഇംഗ്ലീഷ്, ഹിന്ദി, മറാത്തി, തെലുഗു, തമിഴ് ഇന്ന് 6 ലാംഗ്വേജിലായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞാലും മലയാളമല്ല. നമ്മൾ ഈ മെയിനായിട്ട് നോക്കേണ്ടത് ഹിസ്റ്റോഗ്രാം എന്നുള്ളൊരു ഇതാണ്. ഈ ഹിസ്റ്റോഗ്രാമിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ബ്ലൂ ലൈനിൽ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടും. നേരെ മറിച്ച് അതിനേക്കാളും ഒന്നും കൂടെ റെഡ് ലൈനിലൊക്കെയാണ് പോകുന്നത്. ഇതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ആക്സിലേഷനും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള റേഞ്ചും കാര്യങ്ങളൊക്കെ കുറയും. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് ടച്ചാണ് കേട്ടോ വരുന്നത്. നമ്മുടെ ഈ ഫാൻ സ്പീഡും എ സിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളും മാത്രമേ നമുക്ക് ഡിഫറൻസ് വരുന്നുള്ളൂ. നമുക്ക് വയർലെസ് ചാർജിങ് വരുന്നുണ്ട് കേട്ടോ അതിൽ. പിന്നെ നമ്മൾ ജുവൽ നോബായിട്ടുള്ള ട്രാൻസ്മിഷനും വരുന്നുണ്ട്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. റിവേഴ്സിലിട്ട് കഴിഞ്ഞാൽ സാറ് ബ്രേക്ക് പാഡിന് ചവിട്ടില്ല. റിവേഴ്സിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് 2D ഫിഗറായിട്ടും കാണാൻ പറ്റും. നമ്മൾ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്നതിനനുസരിച്ച് കണ്ടോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കാണാം.